ഞങ്ങളുടെ കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഒരു മൂന്നാർ ട്രിപ്പ് പോകണമെന്ന്. അപ്പം ഇന്നേ വരെ അത്രയധികം ദൂരെയൊന്നും അല്ലെങ്കിലും നമുക്ക് ഇന്നേ വരെ അത് സാധിച്ചിട്ടില്ല. എന്തോ റീസൺ കൊണ്ടെന്ന് അറിയില്ല. പക്ഷേ ഇത്തവണ ഞങ്ങൾ വളരെ പെട്ടെന്ന് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ എറണാകുളത്ത് നിന്ന് കാറിലാണ് പോയത്. അപ്പോൾ പോകുന്ന വഴിയിലുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ നിർത്തി ഊണൊക്കെ കഴിച്ചു. അപ്പോൾ അവിടെ ഉള്ള ഒരു വാട്ടർഫോൾസ് എന്ന് പറയാൻ വയ്യ, ഒരു ചെറിയൊരു അരുവി എന്ന് വേണമെങ്കിൽ പറയാം. നല്ല രസമുണ്ടായിരുന്നു. ദ ലീഫ് മൂന്നാർ എന്ന് പറഞ്ഞ റിസോർട്ടിലായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തത്. വളരെ നല്ല സ്റ്റേ ആയിരുന്നു. ഇത് രാവിലെ ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള കാഴ്ചയാണ്. അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ എവിടേക്കാണെന്നൊന്നും വലിയ നിശ്ചയമില്ലാണ്ട് ഇറങ്ങി. ഞങ്ങൾ ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഒരു ദിവസം അത്രയ്ക്ക് പോരാ. ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 ദിവസമെങ്കിലും സ്റ്റേ ചെയ്യേണ്ടതാണ്. ഞങ്ങൾ ആദ്യം അപ്പോൾ ഗ്യാപ്പ് റോഡിലേക്കാണ് പോയത്. ഗ്യാപ്പ് റോഡ് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഏത് വശം തിരിഞ്ഞാലും ശരി ടീ ഗാർഡൻസും നല്ല വ്യൂ ഉള്ളൂ, നിറച്ച് വ്യൂ പോയിന്റ്സും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇവിടുത്തെ ആ പച്ച കളറും ഒക്കെ നമ്മൾ നേരിട്ട് കണ്ടാലേ അതിൻ്റെ ഭംഗി ശരിക്കും മനസ്സിലാവുള്ളൂ. അത്രയ്ക്ക് ഭംഗിയാണ്. വളരെ ആ മുകളിലുള്ള മലയൊക്കെ നമുക്ക് ഫോട്ടോയിലൊന്നും ശരിയാവില്ല അത് ശരിക്കും. ഇത് ആനയിറങ്കൽ ഡാം എന്ന് പറഞ്ഞിട്ട് ഒരു ഡാമിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. നമ്മൾ ഡാമിലേക്ക് പോയില്ല, കാര്യം ഡാം കാണുന്നതിനെക്കാട്ടിലും നല്ലത് മുകളിൽ നിന്നുള്ള വ്യൂ ആണ് എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കണ്ടു. അപ്പോൾ അതും ഗ്യാപ്പ് റോഡിൽ കൂടെ തന്നെ പോകുമ്പോൾ നമുക്ക് കാണാം. ഇവിടെ ധാരാളം ഡാമുകളൊക്കെ ഉണ്ട് കാണാൻ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് കാണാൻ പറ്റുന്നത് അല്ല ശരിക്കും മൂന്നാർ. കുറേ ദിവസം, ഒരു 3 ദിവസമെങ്കിലും നമുക്ക് വേണം. കാര്യം ഇനി വട്ടവട എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് പോകണമെങ്കിൽ അത് നല്ല ഫോറസ്റ്റ് ഏരിയ ഒക്കെ, അവിടെയൊന്നും നമ്മൾ പോയേയില്ല. പിന്നെ മെയിനായിട്ട് ഇവിടെ 1-2 വാട്ടർഫാൾസ് ഉണ്ട്. ഇതാണ് ചിന്നക്കനാൽ വാട്ടർഫാൾ. അതും വളരെ നല്ലതായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അത് ശരിക്കും റോഡിൽ നമുക്ക് ഗ്യാപ്പ് റോഡിൽ തന്നെയാണ്, നമുക്ക് റോഡിൽ നിന്ന് നോക്കിയാൽ കാണാവുന്നേ ഉള്ളൂ. അവിടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനും അങ്ങനെയൊക്കെ നല്ല ഭംഗിയുള്ള ഒരു വാട്ടർഫാൾ ആയിരുന്നു. അവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള വാട്ടർഫാൾസ് ആട്ടുകാട് വാട്ടർഫാൾസ് ആണ്. ഞങ്ങൾ അതിൽ പോകാനായിട്ട് പകുതി വഴി എത്തി. പക്ഷെ എന്താ വെച്ചാൽ കുറച്ച് മഴയായതുകൊണ്ട് അവിടെ പോകാൻ നമുക്കൊരു ജീപ്പൊക്കെ അധികം പോകും. അപ്പോൾ ഒരു സ്ലിപ്പറിയൊക്കെയാണ് റോഡ് എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ പോയില്ല. പക്ഷെ അത് വളരെ നല്ലൊരു വാട്ടർഫാൾ ആയിരുന്നു. പക്ഷെ ഇത് തന്നെ ഈ റോഡിൽ കൂടി നമ്മൾ ട്രാവൽ ചെയ്യുന്നത് തന്നെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വളരെ നല്ല ഭംഗിയാണ്, നമുക്ക് എൻജോയ് ചെയ്ത് ഇങ്ങനെ ട്രാവൽ ചെയ്യാം. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ആ ടീ ഫാക്ടറിയുടെ അവിടെയൊക്കെ പോയി. അവിടെയും നമുക്ക് വേണമെങ്കിൽ അകത്ത് കയറി ടീ ഫാക്ടറിക്ക് അകത്തൊക്കെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അകത്ത് കയറി അവർ കാണിച്ചൊക്കെ തരും. പക്ഷെ ഞങ്ങൾ അതിനൊന്നും പോയില്ല. പിന്നെ കുറേ വ്യൂ പോയിന്റുകൾ ഉണ്ട് കുറേ സ്ഥലങ്ങളിൽ. അപ്പോൾ 1-2 വ്യൂ പോയിന്റ് നമ്മൾ പോയി എന്നല്ലാണ്ട് എല്ലാത്തിലും പോയില്ല. ഇവിടെ എനിക്ക് തോന്നുന്നു KSRTC ഡബിൾ ഡെക്കർ ബസ്, അങ്ങനെ 1-2 ബസ്സുകൾ കണ്ടു. അപ്പോൾ അവർ ഓരോ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഓരോ സ്ഥലത്ത് നിർത്തി അവരെ കാണിച്ചു കൊടുത്ത് അങ്ങനെ ഒരു ടൂറിസം ഇവിടെ നടക്കുന്നുണ്ട്. അത് നല്ലതായിട്ട് തോന്നി എനിക്ക്. റോഡൊക്കെ വളരെ നല്ല റോഡായിരുന്നു. അപ്പോൾ നമുക്ക് പോകാൻ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ അവർ വീതി കൂട്ടാനും ഒക്കെയുള്ള കുറച്ച് പണികൾ നടക്കുന്നുള്ളതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരുന്നു. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇത്രയും നല്ല സ്ഥലം ഉണ്ടായിട്ടും ടൂറിസ്റ്റായിട്ട് മലയാളികളെ കുറച്ച് കുറവേ കണ്ടുള്ളൂ. ബാക്കിയെല്ലാം നോർത്ത് ഇന്ത്യൻസും ഫോറിനേഴ്സും ആയിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണോ മലയാളികൾക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാണോ എന്തോ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ചും കൂടി നല്ലൊരു ടൂറിസ്റ്റ് ഏരിയ ആക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഡാർജിലിംഗ് അവിടെ ഇവിടെയൊക്കെ ചെയ്യുന്ന പോലെ. എറണാകുളത്ത് നിന്നൊക്കെ വരികയാണെങ്കിൽ ഒരു 3-3.5 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വീക്കെൻഡ് ഗെറ്റ് എവേക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണ്.
ഞങ്ങൾ പോയ സമയത്ത് ചെന്നന്ന് നല്ല മഴയായിരുന്നു. പിന്നെ പിറ്റേ ദിവസം നല്ല വെയിലും, ഉച്ചയ്ക്ക് ഒരു 3 മണി വരെ നമുക്ക് നല്ലോണം കറങ്ങാൻ പറ്റി. അത് കഴിഞ്ഞ് മഴയായി. അപ്പോൾ പിന്നെ ഞങ്ങൾ എവിടെയും പോയില്ല. പക്ഷേ ഇവിടെയൊക്കെ മഴയാണെങ്കിൽ തണുപ്പാണെങ്കിലും എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഭംഗിയും ഒരു സുഖമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വളരെ നല്ല 2 ദിവസം മൂന്നാറിൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. ഇത് മൂന്നാറിൻ്റെ വളരെ ഒരു ചെറിയ ഭാഗം, ആ ഗ്യാപ്പ് റോഡ് മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ. ഇനിയും ധാരാളം മൂന്നാറിൽ കാണാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ നാളെ രാവിലെ തിരിച്ചു പോകും. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.